ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് നൂൽപുട്ടാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അതിന് മുമ്പായിട്ട് എൻ്റെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിൻ്റെ അടുത്തൊരു ബെല്ലൈക്കൺ ഉണ്ടാവും, അതും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നൂൽപുട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 1.5 ഗ്ലാസ് വെള്ളത്തിൽ 1/2 ടീസ്പൂൺ ഉപ്പിട്ടിട്ട് നന്നായിട്ട് തിളപ്പിച്ചെടുക്കുന്നുണ്ട്. പിന്നെ 1 ഗ്ലാസ് അരിപ്പൊടിയാണ് എടുത്തേക്കണത്. അപ്പോൾ ആ നന്നായിട്ട് തിളച്ച വെള്ളം നമുക്ക് ഈ പൊടിയിലോട്ട് ഒഴിച്ചിട്ട് ഇതുപോലെ ഒന്ന് കുഴച്ചെടുക്കുക. അപ്പോൾ ഫുള്ളായിട്ട് ഒഴിക്കരുത്, കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കണം. കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് കുഴച്ചെടുക്കാം. നമ്മൾ നൂലപ്പം ഉണ്ടാക്കണം ആ ഒരു രീതിയിൽ വേണം കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ നമുക്ക് വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് കുറച്ച് അരിപ്പൊടി ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ നൂലപ്പം ഉണ്ടാക്കണം ആ അച്ചിലോട്ട് കുഴച്ചെടുത്ത മാവ് ആക്കി കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പീച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ ലെയറായിട്ടാണ് ഇത് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഒരു ലെയർ പീച്ചെടുത്തതിന് ശേഷം നമുക്ക് കുറച്ചും കൂടെ അരിപ്പൊടി അതിൻ്റെ മുകളിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് അടുത്ത ലെയർ പീച്ചെടുക്കുക. അങ്ങനെ വേണം നമ്മത് പീച്ചെടുക്കാനായിട്ട്. ഇതുപോലെ എല്ലാവരും ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്കത് പുട്ട് ഉണ്ടാക്കണം. മായൊരു കണയിൽ കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തിട്ട് ഈ പീച്ച് എടുത്തേക്കണം ആ മാവ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഇടുമ്പോൾ വളരെ ശ്രദ്ധിച്ചിട്ട് വേണം ഇടാനായിട്ട്. വളരെ സ്ലോവിൽ സാവധാനം ഇട്ടെടുക്കുക. എന്നിട്ട് നമുക്കിതൊന്ന് ആവി വെച്ചെടുക്കുക. അപ്പോൾ ഒരു ഏകദേശം ഒരു 3 മിനിറ്റെങ്കിലും ഒന്ന് ആവി വന്നതിന് ശേഷം നമുക്ക് ഇത് എടുക്കാം. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.